നമ്മൾ നന്ദി പറയേണ്ടത് എന്തിനോടാണെന്നറിയാവോ? നമ്മൾ ജോലി കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കാൻ നമ്മുടെ മാതാപിതാക്കളുള്ളതിന്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ മക്കൾ ഉള്ളതിന് നന്ദി പറയണം. അതേപോലെ നമുക്ക് വേണ്ടി പുറത്തു പോയി പണിയെടുക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നന്ദി പറയണം. നമ്മളെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തുന്ന നമ്മുടെ കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് നന്ദി പറയണം. ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത ഒന്നാണത്. വേറെ എന്തുണ്ടെങ്കിലും ഇവരൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ജീവിതം വെറും ശൂന്യമാണ്. ഇന്നത്തെ മാതാപിതാക്കൾ കണ്ടിട്ടില്ലേ മക്കളെ കൊല്ലുന്നതും, മക്കളോടൊരു പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ലാത്ത അവസ്ഥയാക്കി കളയുന്നവരുമാണ്. ആ ലോകത്താണ് നമ്മൾ നമ്മുടെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. നമുക്ക് കയറി കിടക്കാൻ ഒരു കൂരയെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിലുണ്ടല്ലോ അതാണ് ഭാഗ്യം. അതല്ലാതെ വലിയ ബംഗ്ലാവ് ഉണ്ടായിട്ടും ഒരു നേരം പോലും സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം സമാധാനത്തോടെ കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, നമുക്കുള്ളതിൽ നമ്മൾ സംതൃപ്തരാകുക, നമ്മൾ ചേർത്ത് നിർത്തിക്കൊള്ളുക അവരായിരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹം തരുന്ന, നമ്മളെ ദൈവത്തെ പോലെ കാണുന്ന ആൾക്കാർ അവരായിരിക്കും. അവരില്ലെങ്കിൽ നമ്മളൊന്നുമില്ലാന്നേ. ഒന്ന് ചിന്തിച്ച് നോക്കി, നമുക്ക് തന്നെ എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കൂ.